നമസ്കാരം. ബുധന് വളരെയധികം പ്രാധാന്യം ജ്യോതിഷത്തിലുണ്ട്. കാരണം ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് ബുധൻ അറിയപ്പെടുന്നത് പോലും. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വളരെയധികം അനുകൂലമായ കാര്യങ്ങൾ നൽകുന്നതായ ഗ്രഹം കൂടിയാണ് ബുധൻ. പ്രധാനമായും ആഗ്രഹിച്ചതായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിനും ജീവിതത്തിൽ ഉയർച്ച ശോഭിക്കുന്നതിനും അറിവ് വർദ്ധിക്കുന്നതിനും ബുധന്റെ അനുഗ്രഹം ഏതൊരു വ്യക്തിക്കും അനിവാര്യം തന്നെയാക്കുന്നു. അതിനാൽ തന്നെ ബുധൻ നിങ്ങൾക്ക് അനുകൂല സ്ഥാനത്താണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദവും ഉയർച്ചയും നൽകുന്നതായ കാര്യങ്ങളാണ് വന്നു ചേരുക. ബുധൻ പോലെ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഗ്രഹം കൂടിയാണ് ശനി. ശനിയുടെ അനുഗ്രഹമില്ല എങ്കിൽ നഷ്ടങ്ങളാണ് ഓരോ വ്യക്തികൾക്കും വന്നു ചേരുക. എന്നാൽ 2025 എന്ന പുതുവർഷത്തിൽ ബുധനും ശനിയും ഒന്നിച്ച് ഒരേ രാശിയിലേക്ക് രാശി മാറുന്നതാണ്. ഇതിന്റെ ഗുണഫലം ലഭിക്കാൻ പോകുന്ന രാശികളിൽ പ്രധാനപ്പെട്ട ഒരു രാശി കുംഭം രാശിയാണ്. കുംഭം രാശിക്ക് 2025 വളരെയധികം സൗഭാഗ്യങ്ങൾ തന്മൂലം വന്നു ചേരാം. അതേക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത്. ആദ്യം കുംഭം രാശിയിൽ വരുന്ന ആ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് മനസ്സിലാക്കാം. അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാരാകുന്നു. ഏവരും ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. സാമ്പത്തികപരമായ ഉന്നതി പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. കാരണം സാമ്പത്തികപരമായ പരാധീനതകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ, ഉയർച്ച നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള സാധ്യത വളരെ വർദ്ധിക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ശമ്പളവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാം. ശമ്പള വർധനവോടെ പുതിയ ജോലിയിൽ പ്രവേശിക്കുക, അത്തരം കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കാനുള്ള സാധ്യതയും ഇവർക്ക് വളരെയധികം വർദ്ധിക്കുന്നതായ സമയമാകുന്നു. സാമ്പത്തിക നില ഭദ്രമാക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളിലൂടെയും സാമ്പത്തിക ഭദ്രത കൈവരിക്കുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ വിജയങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ ഇരട്ടിയാക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. കൂടാതെ സാമൂഹികപരമായ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകുവാൻ ഈ രാശിക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ്. പേരും പ്രശസ്തിയും വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ചു നിൽക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ പോലും വന്നു ചേരാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിച്ചു എന്ന് വരാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിദേശ വിദ്യാഭ്യാസം, ജോലി തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാകുന്നു. സന്താനങ്ങൾ വഴി അനുകൂലമായ കാര്യങ്ങൾ പ്രധാനമായും ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം ജോലിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി തീരുവാനുള്ള സാധ്യതകളുണ്ട്. ചുറ്റുപാടും നിങ്ങൾക്ക് അനുകൂലമായി തീരാം. അത്തരത്തിൽ ഒരു അന്തരീക്ഷം നിങ്ങൾക്ക് ചുറ്റും രൂപാന്തരപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. ഈ രാശിയിൽ വരുന്ന നക്ഷത്രക്കാർക്ക് പ്രധാനമായും സാമ്പത്തിക ഉന്നമനം വന്ന് ചേരുന്നതാകുന്നു. പല സമ്പാദ്യ പദ്ധതികളുടെയും ഭാഗമാകുവാൻ ഇവർക്ക് സാധിച്ചു എന്ന് വരാം. നിക്ഷേപങ്ങൾ വർദ്ധിക്കുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം. കൂടാതെ ഇവർക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുവാൻ നിരവധിയാർന്ന വഴികൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. അത്തരം സാധ്യതകൾ കൂടുതലാകുന്നു. മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കാനുള്ള സാധ്യതകൾ ഇവർക്ക് കൂടുതലാകുന്നു. വിദ്യാർത്ഥികൾക്ക് നിരവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരാം. മത്സര പരീക്ഷകളിൽ പോലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അലസതകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാനും ബുദ്ധി വർദ്ധിച്ച് അഥവാ ബുദ്ധി വൈഭവത്താൽ നേട്ടങ്ങൾ ഇരട്ടിയാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് ചെയ്യുന്നവരാണ് എങ്കിൽ ലാഭം വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പുതിയ ബിസിനസ് അവസരങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. ബിസിനസ് വിപുലീകരിക്കുക, ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക, പങ്കാളിത്ത ബിസിനസ്സിലൂടെ അല്പം നേട്ടങ്ങൾ കൊയ്യുക
തുടങ്ങിയ കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരെയധികം ശോഭിക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ ബിസിനസ് ആരംഭിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ സമയം അല്പം കാര്യങ്ങൾ അനുകൂലമായി തീരാം. കൂടാതെ സാമ്പത്തിക ചുറ്റുപാടുകൾ വികസിപ്പിക്കുവാൻ ഈ രാശിക്കാർക്ക് അഥവാ ഈ രാശിയിൽ വരുന്ന നക്ഷത്രത്തിന് സാധിക്കുന്നതാണ്. മനസ്സിൽ പലവിധ ദുഃഖങ്ങളും വിഷമങ്ങളും ഇവർക്കുണ്ട്. അത്തരത്തിൽ വന്നു ചേരുന്നതായ ദുഃഖങ്ങളും ദുരിതങ്ങളും നിങ്ങൾക്ക് ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. മാനസിക ആരോഗ്യം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടായിരുന്നതായ പലവിധ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ആരോഗ്യപരമായ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കടന്നു വരും. സങ്കടങ്ങൾ പലതും മനസ്സിലുണ്ട്. വേണ്ടപ്പെട്ടവരിൽ നിന്നുള്ള തിരിച്ചടികൾ തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദുഃഖങ്ങൾ പോലും മറക്കുവാൻ സാധിക്കുകയോ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ മനസ്സിലേക്ക് കടന്നു വരികയും പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വർഷമായി തന്നെ മാറാം. കൂടാതെ പുതിയ ജോലിയിൽ തിളങ്ങുവാൻ സാധിക്കുന്നതായ അവസരങ്ങളാണ് വന്നു ചേരുക. ആഗ്രഹിക്കുന്നതായ ജോലി നേടിയെടുക്കുവാൻ സാധ്യത കൂടുതലുള്ള സമയം തന്നെയാകുന്നു. ഉയർന്ന ശമ്പളത്തോടെ തന്നെ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരങ്ങൾ പോലും ജീവിതത്തിലേക്ക് വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു. കൂടാതെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം കടന്നു വരാനുള്ള സാധ്യതകളുമുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തിക ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. മക്കളുടെ ക്ഷേമത്തിനായും മക്കൾക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ ചെയ്യുവാനും സാധിക്കുന്നതാണ്. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ ചില നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു. നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. കൂടാതെ ഈ സമയം സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഓർക്കുക. കൂടാതെ ഈ സമയം ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാം. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നൽകിയിരിക്കുന്നതായ കൈവായ്പകൾ തിരികെ ലഭിക്കുക, അത്തരം കാര്യങ്ങളും സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. ഈ വർഷം ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ഈ രാശി മാറ്റവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. അതിനാൽ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് വന്നു ചേരുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ സമയം നിങ്ങൾ മുന്നോട്ട് പോവുക.